മലയാള സിനിമാ പ്രേമികൾ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. 2025 ജനുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഹിറ്റാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഇന്ന് റിലീസായിട്ടുള്ള ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഏകാചിത്രം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സിനിമ ഹിറ്റാവുമെന്ന് എല്ലാവരും ഇങ്ങനെ തറപ്പിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യ കാരണമായിട്ട് പറയാനുള്ളത് സിനിമയിലെ നായകനായി എത്തുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന അത്ഭുത നടനാണ്. ലെവൽ ക്രോസ്, അതുപോലെ തന്നെ അഡിയോസ് അമിഗോ, തലവൻ, അതുപോലെ തന്നെ കിഷ്കിൻഡ കാണ്ഡം എന്ന് പറയുന്ന സിനിമകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അഭിനയ മികവ് കൊണ്ട് ബോക്സ് ഓഫീസ് പവർ കൊണ്ട് നമ്മളെ അടുത്ത് ഞെട്ടിച്ച ഒരു നടനാണ് ആസിഫ് അലി. ആസിഫ് അലി വീണ്ടും ഒരു നായക കഥാപാത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്തായാലും പ്രതീക്ഷ വെക്കാതെ തിയേറ്ററിലേക്ക് കയറാൻ പറ്റില്ല ഏതൊരു പ്രേക്ഷകരും. പിന്നെ രണ്ടാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, ദ പ്രൈസ്റ്റ് എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. കോവിഡ് കാലത്ത് ഒരു സ്ഥലത്തും എവിടെയും കളക്ഷനും കാര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ദ പ്രീസ്റ്റ് എന്ന സിനിമ ഇറക്കിയിട്ട് മലയാള സിനിമയെ രക്ഷിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ. തനിക്ക് സംവിധായകന്റെ പണി അറിയാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ എന്തായാലും പ്രേക്ഷകരെ നിരാശയാക്കില്ല, പ്രേക്ഷകർ ആകാംക്ഷ വെക്കാതെ തിയേറ്ററിലേക്ക് പോകാനും കഴിയില്ല. മൂന്നാമത്തെ പ്രധാന കാരണമായിട്ട് പറയാനുള്ളത് സിനിമയിലെ നായിക കഥാപാത്രം, അതായത് പ്രധാന വേഷം ചെയ്യുന്നത് അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു നടിയാണ്. ആ നടിയുടെ മുൻകാല ചിത്രങ്ങളെല്ലാം തന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. പോരാത്തിന് അനശ്വര രാജന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ കഥാപാത്രമായിട്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് നേര് എന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ച അനശ്വര രാജൻ ഈ സിനിമയിലൂടെയും നമ്മളെ ഞെട്ടിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറയാനുള്ളത് ഈ സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു അതിഥി റോളിൽ എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യമാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ഞാനും ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നതും. പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാനുള്ളത് തലവൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ആസിഫ് അലി വീണ്ടും പോലീസ് വേഷത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തലവനേക്കാൾ മികച്ചൊരു സിനിമ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ കഥയും കാര്യങ്ങളൊക്കെ ഓരോരോ വാർത്തകൾ പിന്നണിയിൽ നിന്ന് വരുന്നതൊക്കെ കേട്ടത് മുതൽ തന്നെ ഈ സിനിമ കാണാനുള്ള ആകാംക്ഷ ഇരട്ടിയായിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാനുള്ളത് അതായിരിക്കും ഈ സിനിമ കാണാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രധാനപ്പെട്ട കാരണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടേതായിട്ട് ഇറങ്ങിയ ട്രെയിലർ. ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സിനിമയുടേതായിട്ട് ഒരു ട്രെയിലർ അങ്ങോട്ട് പുറത്തിറക്കിയതിനു ശേഷം ഈ സിനിമ കിട്ടിയ ഹൈപ്പ് ചെറുതൊന്നുമല്ല. ഏതൊരു സിനിമാ പ്രേമിയും അല്ലെങ്കിൽ ഏതൊരു ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും തിയേറ്ററിൽ പോയിട്ട് ആ ദിവസം തന്നെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ് സിനിമയുടേതായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ഈ ട്രെയിലർ കണ്ട ഒട്ടുമിക്ക ആളുകൾ ആദ്യ ദിനം തന്നെ തടിച്ചു കൂടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ എന്തായാലും സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാരണങ്ങളും ഈ സിനിമ കാണാനുള്ള എൻ്റെയും കൂടി ഒരു കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിനിമ റിവ്യൂ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴ്ന്ന കമൻറ്റ് ചെയ്യുക. ആദ്യ ഷോ തന്നെയാണ് കാണാൻ പോകുന്നത്. കണ്ടിറങ്ങിയതിനു ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.